രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം 8 പതിറ്റാണ്ടിലേറെയായി ശാന്തത മാത്രം കൈമുതലാക്കിയ ജപ്പാൻ ഇപ്പോൾ മാറുന്നു. ആയുധങ്ങൾ നിർമ്മിക്കില്ലെന്ന പഴയ വാശി ഉപേക്ഷിച്ച് തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് വിൽക്കാൻ ജപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. ചൈനയുടെ അതിർത്തിയിലെ കുസൃതികൾക്ക് അറുതി വരുത്താൻ ഇന്ത്യയും ജപ്പാനും കൈകോർക്കുമ്പോൾ അത് വലിയൊരു ഭൗമരാഷ്ട്രീയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്താണ് ഈ സാമുറായി നീക്കം? നമുക്ക് പരിശോധിക്കാം. ജപ്പാന്റെ വമ്പൻ മാറ്റം. രണ്ടാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തിനു ശേഷം സൈനിക ശക്തി വർദ്ധിപ്പിക്കില്ലെന്ന് അമേരിക്കയുമായി ഒപ്പിട്ട കരാറുകൾ ജപ്പാനെ തളച്ചിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ചൈനയുടെ കടന്നുകയറ്റം കാരണം ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനും അത് സൗഹൃദ രാജ്യങ്ങൾക്ക് വിൽക്കാനും ജപ്പാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ത്യയ്ക്ക് ഇത് വലിയൊരു അവസരമാണ്. ജപ്പാനുമായി ചേർന്ന് ഇന്ത്യ റെയിൽ ഗൺ, ലഡാക്കിലും മറ്റും ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഡെഡ്ലി ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയും ജപ്പാനും? ഇന്ത്യയ്ക്ക് ജപ്പാനുമായി പതിറ്റാണ്ടുകളുടെ സൗഹൃദമുണ്ട്. ചൈനയുടെ വിപുലീകരണ നയങ്ങൾ ഇന്ത്യയെയും ജപ്പാനെയും ഒരുപോലെ ഭീഷണിപ്പെടുത്തുന്നു. ഗൽവാൻ സംഘർഷം മുതൽ അരുണാചൽ പ്രദേശിലെ അവകാശങ്ങൾ വരെ ചൈനയുടെ കടുത്ത ശത്രുതയാണ് ഇന്ത്യ നേരിടുന്നത്. അതേസമയം ജപ്പാന്റെ 2 ദ്വീപുകൾ ചൈന സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ പൊതുശത്രുവിനെ നേരിടാൻ ക്വാഡ് സഖ്യത്തിലൂടെ തുടങ്ങിയ സൗഹൃദം ഇപ്പോൾ ഒരു ഇരുമ്പ് കരാറിലേക്ക് മാറുകയാണ്. അത്യാധുനിക ആയുധങ്ങൾ. ജപ്പാന്റെ യൂണിക്കോൺ ആന്റിന സിസ്റ്റം ഇപ്പോൾ തന്നെ നമ്മുടെ കപ്പലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ മാറ്റങ്ങളാണ്. വെറും $35,000 ചെലവിൽ ശത്രുക്കളുടെ ഡ്രോണുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തകർക്കാൻ കഴിയുന്ന ജപ്പാന്റെ റെയിൽ ഗൺ സാങ്കേതികവിദ്യ ഇന്ത്യ സ്വന്തമാക്കും. കൂടാതെ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം പദ്ധതിയിൽ ഇന്ത്യ കൂടി പങ്കാളിയായാൽ ജാപ്പനീസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യക്ക് സ്വന്തം ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കാം. ചൈനയുടെ അസ്വസ്ഥത. ഇന്ത്യയും ജപ്പാനും അടുക്കുന്നത് ചൈനയെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ നടത്തിയ കൊൽക്കത്ത ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചൈനയുടെ മാധ്യമങ്ങൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ ചൈനീസ് കോളനി വാഴ്ചയ്ക്കെതിരെ അന്ന് ഇന്ത്യക്ക് പിന്തുണ നൽകിയത് ജപ്പാനായിരുന്നു എന്ന ചരിത്രം ചൈന സൗകര്യപൂർവ്വം മറക്കുന്നു. ചൈനയുടെ ഈ ഭീഷണി ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ സൈനിക ബജറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ബജറ്റാണ്. ജപ്പാന്റെ സാങ്കേതികവിദ്യയും ഇന്ത്യയുടെ സൈനിക കരുത്തും ഒന്നിച്ചാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറും. ചൈനയുടെ ഭീഷണി തടയാൻ ഇതൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. ഈ ഇന്ത്യ ജപ്പാൻ മിലിറ്ററി കൂട്ടുകെട്ടിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നമ്മുടെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാകുമോ? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.